ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ, ഒപ്പം തന്നെ ഇന്നേ ദിവസം ബുധനാഴ്ച ദിവസത്തെ രണ്ട് സിനിമകളുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നാളെ ആടുജീവിതം റിലീസ് ആവുന്നതോടെ രണ്ട് സിനിമകളും ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യമേ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ ഇതുപോലെ ഇന്നും കളക്ഷൻ വർധനയാണ് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 29 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്നത് 33 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇന്നും കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് 60 ലക്ഷം 70 ലക്ഷം റേഞ്ചിലെ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകും. ഇന്നത്തോടെ 67 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കേരള ഗ്രോസ് മഞ്ഞുമൽ ബോയ്സിന്റെ കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിലെ മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 215 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 215 216 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. ഫൈനൽ കളക്ഷൻ 220 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. സ്കൂളെല്ലാം തന്നെ അടച്ചതോടെ സിനിമയ്ക്ക് ഇന്നലെയും ഇന്നുമെല്ലാം തന്നെ നല്ല രീതിയിൽ കളക്ഷൻ വർധന വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ അതേ സമാന ട്രാക്കിംഗ് കളക്ഷൻ വർധനയാണ് പ്രേമലു എന്ന സിനിമയ്ക്കും ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ 15 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 17 ലക്ഷത്തോളം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ്. 30 ലക്ഷത്തിന് മുകളിൽ ഇന്നും കേരള ഗ്രോസ് ഉറപ്പാക്കപ്പെട്ട സിനിമ ഇന്നത്തോടെ 60 കോടി 50 ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. 130 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ട സിനിമ ഇന്നത്തോടെ 131 കോടിയിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിലെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 60 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ കടന്നതോടെ മറ്റൊരു വമ്പൻ നേട്ടം കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. RDXനും ഷെയ്ലറിനും പിന്നാലെ കേരള ബോക്സ് ഓഫീസിൽ തളപതി വിജയ് നായകനെത്തിയ ലിയോ എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ പ്രേമലു മറികടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലോകേഷിന്റെ വിജയ് നായകനെത്തിയ ലിയോ കേരളത്തിൽ നിന്നും 60 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ഫൈനൽ കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ കളക്ഷനാണ് റൊമാന്റിക് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന പ്രേമലു മറികടന്നിരിക്കുന്നത്. ഈ ഒരു നേട്ടത്തോടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ ടോപ്പ് 10 ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് പ്രേമലു എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.